ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഒരു കാലത്ത് ഇന്ത്യയുടേതായിരുന്നതും പിന്നീട് ബ്രിട്ടീഷ് രാജാക്കന്മാരുടേതുമായി തീർന്ന വിലയേറിയ കോഹിനൂർ മാണിക്യത്തെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവ കഥയുണ്ട്. ആ വിശിഷ്ട രത്നം അന്ന് ബ്രിട്ടൻ്റെ രാജ്ഞിയും ഇന്ത്യയുടെ ചക്രവർത്തിനിയുമായിരുന്ന വിക്ടോറിയ മഹാറാണിക്ക് ഇന്ത്യയുടെ ഒരു നാട്ടുരാജാവ് ചെറുപ്പമായിരുന്നപ്പോൾ കാഴ്ചവെച്ചതായിരുന്നു. പ്രസ്തുത നാട്ടുരാജാവ് പിന്നീട് പ്രായപൂർത്തിയായതിനു ശേഷം നാട് വാഴുമ്പോൾ ഒരിക്കൽ ഇംഗ്ലണ്ട് സന്ദർശിക്കുകയുണ്ടായി. മഹാരാജാവ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിയുമായി കുശലപ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന ആ അമൂല്യ രത്നം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന ആഗ്രഹം വെളിപ്പെടുത്തി. പട്ടാളക്കാരുടെ അകമ്പടിയോടെ രത്നം സന്നിധിയിൽ കൊണ്ടുവരുവാൻ മഹാറാണി കൽപ്പന കൊടുത്തു. രത്നം കൊണ്ടുവന്നപ്പോൾ രാജ്ഞി അതെടുത്ത് മഹാരാജാവിൻ്റെ കൈകളിൽ കൊടുത്തു. മഹാരാജാവ് അത്യാദരപൂർവ്വം രത്നം 2 കൈകളിലും വാങ്ങി വിലതീരാത്ത ആ രത്നം അദ്ദേഹം ആകമാനം സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ മനോഹാരിത അദ്ദേഹം ആസ്വദിച്ചു. പിന്നീട് രത്നം തൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് മഹാരാജാവ് ആദരവോടെ മന്ദം മുൻപോട്ട് നടന്ന് മഹാരാജ്ഞിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാറാണി, അന്ന് കേവലം ബാലനായിരുന്നപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയാതെ ഈ വിശിഷ്ട രത്നം അങ്ങേക്ക് സമർപ്പിച്ചു. എന്നാൽ ഇന്നാകട്ടെ എൻ്റെ പൂർണ്ണ സന്തോഷത്തോടും മനസ്സോടും ഭക്തി ബഹുമാനത്തോടും കൂടെ ഈ രത്നം വീണ്ടും തൃപ്പാദത്തിൽ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് അത് തിരികെ കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെയും പ്രതിഷ്ഠ പുതുക്കേണ്ടതല്ലയോ? വിദ്വാൻമാർ ഉണ്ണി യേശുവിനെ വന്ന് കണ്ട് നമസ്കരിച്ച് അവരുടെ കാഴ്ചകൾ അർപ്പിച്ചതുപോലെ നമ്മെ പൂർണ്ണമായും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരനുഭവമായിട്ട് ഈ ക്രിസ്മസ് നാളുകൾ മാറേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സമർപ്പണത്തോടും കൂടെ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് അങ്ങിറങ്ങി വന്നതായ ആ മഹാസന്തോഷത്തെ ഓർക്കുന്ന ഈ സുദിനങ്ങളിൽ കർത്താവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.